നമസ്കാരം. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയാണ് വോട്ട് വഴിയിൽ നമ്മുടെ അതിഥിയായി ഇപ്പോൾ ചേരുന്നത്. നമസ്കാരം. എന്താണ് മലപ്പുറത്തെ ഇപ്പോഴത്തെ പ്രതീക്ഷകൾ? മലപ്പുറത്ത് വമ്പിച്ച പ്രതീക്ഷ അതാണ് ഈ കാണുന്നതൊക്കെ. നേരം വെളുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ആളുകൾ വലിയ തോതിൽ വന്നു കൂടിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പോയിന്റ് പ്രചരണം വെച്ചാൽ അവിടെ വൻ ജനാവലിയായി മാറുകയാണ്. അതാണ് മലപ്പുറത്തൊക്കെ കാണുന്ന പ്രതീതി. UDFിൻ്റെ അപ്പുറത്തുള്ള സംഘടനകളും അതേപോലെ തന്നെ നിഷ്പക്ഷ ജനങ്ങളും ഒക്കെ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിന് മാത്രമേ BJP വിരുദ്ധ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം അതാണല്ലോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആര് രൂപീകരിക്കണം, അത് UPAക്കേ കഴിയുള്ളൂ. ജനം മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ BJP. അതുകൊണ്ട് LDFന് യാതൊരു പ്രസക്തിയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും. മലപ്പുറത്ത് ഒരു മത്സരമില്ല എന്നുള്ള പ്രതീതിയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അത് 2004 മാത്രമാണ് അതിലൊരു മാറ്റം വന്നത്. മഞ്ചേരി മണ്ഡലം ആയ സമയത്ത് മാറ്റം ഉണ്ടായത്. ഇത്തവണയും അത്തരം ഒരു പ്രതീതിയാണോ, മത്സരമില്ല എന്നുള്ള പ്രതീതിയാണോ? അല്ല, അതൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. അത് മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വലിപ്പം കൂട്ടി പറയാനൊന്നും ഞാനില്ല. അല്ല, അതപ്പോൾ ജനങ്ങളുടെ വിധിയാണ്. പക്ഷേ ഇവിടെ UDFന് കിട്ടുന്നത് ബഹുഭൂരിപക്ഷമായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും. പ്രധാനമായി ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അന്ന് മറ്റേ മുത്തലാഖിന്റെ സമയത്ത് പാർലമെന്റിൽ ഇല്ലാത്തതും അതുപോലെ ഉപരാഷ്ട്രപതിന്റെ സമയത്ത് അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ചർച്ചാ വിഷയമല്ല. കാരണം ആ വിഷയത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എൻ്റെ എല്ലാ പ്രസംഗങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രാഹുലിന്റെ വരവ്, വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ ആകെ എത്രത്തോളം ഗുണകരമാകും UDFന് എന്നാണ് വരുന്നത്? എല്ലാവർക്കും ഗുണകരമാണ്. കേരളത്തിലൊട്ടാകെ ഗുണമാണ് UDFന്. മാത്രമല്ല, വയനാട് എന്ന് പറഞ്ഞാൽ കർണാടകയുടെ അതിർത്തിയാണ്, തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടല്ലൂരും മൈസൂരും ഒക്കെ അതിർത്തികളാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ UDF തൂത്ത് വാരാൻ പോവാണ്. നോക്കിക്കോളൂ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നാണ് കരുതുന്നത്? എത്ര സീറ്റ് വരെ UDF പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ? UDF ടോട്ടൽ സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ശശി തരൂരിൻ്റെ സീറ്റൊക്കെ വലിയ ഫൈറ്റാണ് എന്ന് വെറുതെ പറയുന്നുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിക്കും. നോക്കിക്കോളും. മോദി സർക്കാരിൻ്റെ എന്തൊക്കെ നയങ്ങളാണ് ഇത്തവണ ചർച്ചയാവുന്നത്? പ്രധാനപ്പെട്ടും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ റഫാൽ, അതുപോലെ നോട്ട് നിരോധനം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായിട്ട്? രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നം തന്നെയാണ്. റഫാൽ വിഷയമല്ലേ? റഫാൽ വിഷയമാണല്ലോ. റഫാലാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. അഴിമതിയില്ലാത്ത ഗവൺമെൻറ്റാണെന്നല്ലേ BJP പറഞ്ഞുകൊണ്ടിരുന്നത്. റഫാലിൻ്റെ അത്ര വലിയൊരു അഴിമതി രാജ്യത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? അഴിമതി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ അഴിമതി എന്ന് പറഞ്ഞത് റഫാലാണ്. അതിന് അന്തിമ വിധി സുപ്രീം കോടതി പറയട്ടെ. പക്ഷേ റഫാൽ വലിയ ഇഷ്യൂ ആണ്. കാരണം ജവാന്മാരുടെ പണം എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയല്ല. അത് മാപ്പാക്കാൻ പറ്റുന്ന കേസാണോ? അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള കാര്യം കോടതിയിലായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മോദി സർക്കാരിനെതിരെ ജനം വിധി എഴുതി രാഹുൽ പ്രധാനമന്ത്രിയായി അത്തരത്തിലൊരു സർക്കാർ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്? വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ UPAക്കാണ് മുൻതൂക്കം. എല്ലാ ഫേസും കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അവസാനം BJPക്ക് ഈ തവണ, പണ്ട് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത് അവർ വരുമെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും BJP വരാൻ പോകുന്നില്ല. UPAയും അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളും കൂടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കും, ഉറപ്പ്. ശരി, വളരെ നന്ദി. എല്ലാവിധ ആശംസകൾ നേരുന്നു. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയാണ് വോട്ട് വഴിയിൽ നമ്മുടെ അതിഥിയായി ഇപ്പോൾ പ്രതീക്ഷകൾ പങ്കുവച്ചത്. വോട്ട് വഴിയിൽ നമുക്ക് യാത്ര തുടരാം.